ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ നമ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സജ്ജനങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധത്തിലെ 10-ാം അധ്യായം നമ്മൾ പഠനം തുടങ്ങി. 4 ശ്ലോകങ്ങൾ വിചാരം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തിനാപുരിയിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് നടുനായകത്വം വഹിച്ച്, അല്ലെങ്കിൽ പാണ്ഡവന്മാരെ വിജയത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ നടത്തി അവരുടെ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉത്തരയുടെ കുഞ്ഞിനെ ജീവിപ്പിച്ചു. ഭീഷ്മർ മുഖാന്തരമായിട്ട് പാണ്ഡവന്മാർക്ക് ജ്യേഷ്ഠപാണ്ഡവനായ യുധിഷ്ഠിരന് ഉപദേശങ്ങൾ കൊടുത്തു. ഭീഷ്മർക്ക് ഊർധ്വഗതിയും നൽകിക്കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന ആ സന്ദർഭമാണ് 10-ാം അധ്യായം. ഇതിൽ ആദ്യത്തെ 10-20 ശ്ലോകങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ച് പോകാൻ പറ്റുന്ന, അർത്ഥഗ്രഹണത്തിന് വളരെ എളുപ്പമുള്ള ശ്ലോകങ്ങളാണ്. പക്ഷെ തുടർന്ന് നമുക്ക് കാണാം, അവിടെ ഹസ്തിനപുരിയിലെ സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഒരു സ്തുതിയുണ്ട്. അതിലെ അർത്ഥം വളരെ ഗഹനവുമാണ്. അത് വേദാന്തങ്ങളുടെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന സ്തോത്രങ്ങളുമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗത്തെ ശ്ലോകങ്ങളെ ഞാൻ വായിച്ച് സന്ധി പിരിച്ച് അതിൻ്റെ അന്വയവും അർത്ഥവും, ലളിതമായ അർത്ഥവും ഇവിടെ അവതരിപ്പിക്കുകയാണ്. 5-ാമത്തെ ശ്ലോകം നോക്കുക. നദ്യസമുദ്രാഗിരയ സവനസ്പതി വീരുധ ഫലന്ത്യോഷധയ സർവാ കാമമൻഋതു തസ്യ വൈ. നദ്യസമുദ്രാഗിരയ സവനസ്പതി വീരുധ ഫലന്ത്യോഷധയ സർവാ കാമമൻഋതു തസ്യ വൈ. പദച്ഛേദം ചെയ്യാം. നദ്യഃ സമുദ്രാഃ ഗിരയഃ സവനസ്പതി വീരുധഃ ഫലന്തി ഓഷധയഃ സർവാഃ കാമം അൻഋതു തസ്യ വൈ. അന്വയം: നദ്യഃ സമുദ്രാഃ ഗിരയഃ സവനസ്പതി വീരുധഃ ഓഷധയഃ അൻഋതു തസ്യ ഫലന്തി. വളരെ ലളിതമായ അർത്ഥമാണ്. നദ്യഃ എന്ന് വെച്ചാൽ നദികൾ, സമുദ്രാഃ സമുദ്രങ്ങൾ, ഗിരയഃ ഗിരികൾ അതായത് പർവ്വതങ്ങൾ, സവനസ്പതി വീരുധഃ വനസ്പതി എന്ന് വെച്ചാൽ വൃക്ഷങ്ങൾ. ഇവിടെ വൃക്ഷങ്ങളോട് കൂടിയിട്ടുള്ള വള്ളികൾ, വിരുധഃ എന്ന് വെച്ചാൽ വള്ളികൾ. ഓഷധയഃ മറ്റ് സസ്യങ്ങൾ, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, രോഗ ശമനത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടും മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഭക്ഷിക്കാൻ സാധിക്കുന്ന ചെടികളെയാണ് ഇവിടെ ഓഷധയഃ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവയൊക്കെ തന്നെ അൻഋതു തസ്യ ഫലന്തി, ഋതുക്കൾക്കനുസരിച്ച്, ഋതു അനുസരിച്ച് ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിന് ഫലം നൽകി. ആർക്ക്? യുധിഷ്ഠിരന്, പാണ്ഡവന്മാർക്ക്, അതുപോലെ കുരുവംശത്തിനും അവരുടെ നാട്ടിലുള്ള പ്രജകൾക്കും ഒക്കെ തന്നെ ഈ വക പ്രകൃതി തത്വങ്ങളൊക്കെ തന്നെ, പ്രകൃതി എല്ലാം തന്നെ, പ്രാകൃതിക വസ്തുക്കളൊക്കെ തന്നെ കാലത്തിനനുസരിച്ച്, ഋതുക്കൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നൽകി. നദികൾ എന്താണ് കൊടുക്കുക? നദികൾ നല്ല വിളവ്, കൃഷിയിടങ്ങളിൽ വിളവ് കൊടുക്കും, അതുപോലെ മത്സ്യസമ്പത്ത് കൊടുക്കും. സമുദ്രങ്ങൾ രത്നങ്ങൾ കൊടുക്കും, അതുപോലെ മത്സ്യസമ്പത്ത് കൊടുക്കും. പർവ്വതങ്ങൾ ധാതുദ്രവ്യങ്ങൾ കൊടുക്കും. ഓഷധികൾ മനുഷ്യന് നല്ല ആരോഗ്യം കൊടുക്കും. ഇതൊക്കെ തന്നെ ഋതുക്കൾക്കനുസരിച്ചിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. നദ്യസമുദ്രാഗിരയ സവനസ്പതി വീരുധ ഫലന്ത്യോഷധയ സർവാ കാമമൻഋതു തസ്യ വൈ. രാജാവിൻ്റെ സദ്ഭരണത്തിൻ്റെ ഫലമായിട്ടാണ് പ്രകൃതി
നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഫലം നൽകുന്നത് എന്ന് നമ്മുടെ ഒരു പ്രാചീനമായ വിശ്വാസമാണ്. രാജഭരണത്തിൻ്റെ നന്മ കൊണ്ടാണ് നാട്ടിൽ മഴ പെയ്യുന്നതും നല്ല കാലാവസ്ഥ ഉണ്ടാകുന്നതും പ്രകൃതിക്ഷോഭങ്ങളില്ലാതിരിക്കുന്നതും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യങ്ങൾക്കും നദികൾ പർവ്വതങ്ങൾ മുതലായവയ്ക്കൊക്കെ തന്നെ സുഖവും സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇനി 6ാമത്തെ ശ്ലോകം നോക്കാം. നാഥയോ വ്യാധയ ക്ലേശാ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹിചിൽ. നാഥയോ വ്യാധയ ക്ലേശാ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹിചിൽ. സന്ധി പിരിക്കാം. ന ആധയഃ വ്യാധയഃ ക്ലേശാഃ ദൈവഭൂതാത്മഹേതവഃ അജാതശത്രൗ അഭവൻ ജന്തൂനാം രാജ്ഞി കരിഹിചിത്. അന്വയം പറയാം. ആധയഃ വ്യാധയഃ ദൈവഭൂതാത്മഹേതവഃ ക്ലേശാഃ അജാതശത്രൗ രാജ്ഞി ജന്തൂനാം കരിഹിചിത് ന അഭവൻ. എന്താണ് ജന്തുക്കൾക്ക് ഇവിടെ ഗുണമുണ്ടായത്? അജാതശത്രു ആയിരിക്കുന്ന യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. നാഥയോ വ്യാധയ ക്ലേശാ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹിചിൽ. ആധയഃ ആധികൾ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ വ്യാകുലതകളാണ്. വ്യാധയഃ എന്ന് വെച്ചാൽ വിശേഷമായിട്ടുള്ള ആധി എന്ന് വെച്ചാൽ അത് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ എന്നാണ് അതിൻ്റെ പ്രത്യേകമായ വിശേഷമായ അർത്ഥം. അപ്പോൾ മാനസികമായ പിരിമുറുക്കം, വേവലാതികൾ, ആകുലതകൾ, അതോടൊപ്പം തന്നെ വ്യാധികൾ, രോഗങ്ങൾ, ഇവയൊന്നും അവർക്കുണ്ടായില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ദൈവഭൂതാത്മഹേതവഃ ക്ലേശാഃ. 3 തരത്തിലുള്ള ക്ലേശങ്ങൾ ഭാഗവതത്തിന് ആദ്യ ഭാഗത്ത് തന്നെ താപത്രയോന്മൂലനം എന്ന് പറഞ്ഞു. താപത്രയങ്ങൾ, 3 തരം താപങ്ങൾ, 3 തരം ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നത്. ദൈവഭൂതാത്മഹേതവ. അപ്പോൾ ദൈവം, ഭൂതം, ആത്മം, ഈ 3 കൊണ്ടുണ്ടാകുന്ന, ഇവ 3ഉം കാരണമായിട്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ. അപ്പോൾ അത് ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം, ഇങ്ങനെയാണ് 3 ക്ലേശങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് ഞാനിവിടെ വീണ്ടും വിവരിക്കുന്നില്ല. പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളും അവർക്കുണ്ടായില്ല. ന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അജാതശത്രുവും രാജ്ഞി, അജാതശത്രുവായിരിക്കുന്ന രാജാവിൽ എന്ന് വെച്ചാൽ അജാതശത്രു എന്ന പേരുള്ള അല്ലെങ്കിൽ അജാതശത്രു എന്ന സവിശേഷതയോട് കൂടിയിട്ടുള്ള രാജാവായ യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കെ എന്ന് ഈ കാലത്തെ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി സംജ്ഞയെ നമ്മൾ സപ്തമി വിഭക്തിയിൽ പ്രയോഗിക്കും. സംസ്കൃതത്തിൽ അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അജാതശത്രവും രാജ്ഞി, രാജ എന്നതിൻ്റെ സപ്തമി, രാജാവിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് രാജ്ഞി എന്ന് പറയുന്നത്, അല്ലാതെ റാണി എന്ന അർത്ഥത്തിലല്ല. അജാതശത്രു എന്നുള്ള ഉകാരാന്തമായ പുല്ലിംഗ ശബ്ദത്തിൻ്റെ സപ്തമിയാണ് അജാതശത്രൗ എന്നുള്ള പദം. അതും സപ്തമിയാണ് അജാതശത്രുവിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ സപ്തമി വിഭക്തിയിൽ പ്രയോഗിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ അർത്ഥം അത് സമയത്തെ, കാലത്തെ സൂചിപ്പിക്കുന്ന അർത്ഥമാണ്. അപ്പോൾ രാജാവായ അജാതശത്രു ഒരിക്കലും യസ്യ ശത്രു ന ജാതഃ സ അജാതശത്രു. ആർക്കാണോ ശത്രു ജനിക്കാതിരിക്കുന്നത് അയാളാണ് അജാതശത്രു. അജാതശത്രു എന്ന പ്രസിദ്ധനായ ഒരു രാജാവ് ചരിത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ യുധിഷ്ഠിരന് പ്രത്യേകമായി അങ്ങനെ ഒരു പേരുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ശത്രു ജനിച്ചിട്ടില്ലേ? ദുര്യോധനനും മറ്റും അദ്ദേഹത്തിന് ശത്രു ആയിരുന്നില്ലേ എന്നാണെങ്കിൽ ദുര്യോധനനോട് അദ്ദേഹത്തിന് ശത്രുത ഇല്ലായിരുന്നു. അതുകൊണ്ട് ശത്രുത്വം ജനിക്കാത്ത ആൾ എന്ന അർത്ഥത്തിലും അദ്ദേഹം അജാതശത്രു. അദ്ദേഹത്തിന് ആരോടും ശത്രുത ഇല്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പല പെരുമാറ്റങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാഭാരതം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള രാജാവ് രാജ്യം ഭരിക്കെ ജന്തുക്കൾക്ക് കരിഹിചിത്ത് എന്ന അഭവൻ ഒരു തരത്തിലും ഉണ്ടായില്ല. എന്തുണ്ടായില്ല? ആധികളുണ്ടായില്ല, വ്യാധികളുണ്ടായില്ല, ആധിദൈവികമോ ആധിഭൗതികമോ ആധ്യാത്മികമോ ആയ ക്ലേശങ്ങളും
അവർക്ക് ഉണ്ടായില്ല. അതും രാജഭരണത്തിൻ്റെ നേട്ടമായിട്ട് പറയുകയാണ് ഇവിടെ. ഇനി 7ാമത്തെ ശ്ലോകം നോക്കാം. ഉഷിത്വാ ഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃതാം ച വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയാ. ഉഷിത്വാ ഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃതാം ച വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയാ. അന്വയം പൂർത്തിയാകാത്തതുകൊണ്ട് അടുത്ത ശ്ലോകം കൂടി വായിച്ച് ഒരുമിച്ച് അന്വയിക്കാം. ആമന്ത്രജാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹ രഥം കൈശ്ചിത് പരിഷ്വക്താഭിവാദിത. ഉഷിത്വാ ഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃതാം ച വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയാ. ആമന്ത്രജാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹ രഥം കൈശ്ചിത് പരിഷ്വക്താഭിവാദിത. പാദം പിരിക്കാം. ഉഷിത്വാ ഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരിഃ സുഹൃതാം ച വിശോകായ സ്വസുഃ ച പ്രിയകാമ്യയാ. ആമന്ത്ര്യ ച അഭ്യനുജ്ഞാതഃ പരിഷ്വജ്യ അഭിവാദ്യ തം ആരുരോഹ രഥം കൈശ്ചിത് പരിഷ്വക്തഃ അഭിവാദിതഃ. ഇനി അന്വയിക്കാം. ഹാസ്തിനപുരേ കതിപയാൻ മാസാൻ ഹരിഃ സ്വസുഃ പ്രിയകാമ്യയാ സുഹൃതാം ച വിശോകായ ഉഷിത്വാ ആമന്ത്ര്യ അഭ്യനുജ്ഞാതഃ പരിഷ്വജ്യ കൈശ്ചിത് പരിഷ്വക്തഃ അഭിവാദ്യ കൈശ്ചിത് അഭിവാദിതഃ രഥം ആരുരോഹ. അപ്പം കൈശ്ചിത്ത് എന്നുള്ളത് 2 സ്ഥലങ്ങൾ 2 തവണയായിട്ട് പ്രയോഗിച്ചതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അർത്ഥം ആലോചിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പ്രയോഗിക്കാം എന്ന് കാണാം. ഇനി അതിൻ്റെ അർത്ഥം പറയാം. ഹാസ്തിനപുരിയിൽ കതിപയാൻ മാസാൻ, കതിപയാൻ അനേകം മാസങ്ങൾ, കുറേ മാസങ്ങൾ എന്നർത്ഥം. നിരവധി മാസങ്ങൾ ഹരിഹി ശ്രീകൃഷ്ണ ഭഗവാൻ ഹരി സ്വസുഹു പ്രിയകാമ്യയാ തൻ്റെ സഹോദരിയുടെ സന്തോഷത്തിന് വേണ്ടി, പ്രിയത്തിന് വേണ്ടിയിട്ട്, സഹോദരിയായ സുഭദ്രയുടെ സന്തോഷം, നിർബന്ധം, സ്നേഹപൂർവകമായ നിർബന്ധം കൊണ്ടും പ്രിയം കൊണ്ടും, തൻ്റെ ബന്ധുക്കളാണ്, തൻ്റെ ആ സഹോദരി ഭർത്താവാണ് അർജുനൻ, തൻ്റെ സുഹൃത്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അവിടെ പറയുന്നു സുഹൃതാം ച വിശോകായ, സുഹൃത്തുക്കളുടെ ശോകം അകറ്റാൻ വേണ്ടിയിട്ടും. വിശോകം എന്ന് വെച്ചാൽ വിഗതമായ ശോകം, ശോകത്തെ അകറ്റുക, ശോകം അകന്നു നിൽക്കുക, അതിനു വേണ്ടിയിട്ടും. ഉഷിത്വ താമസിച്ചിട്ട്, ഇവിടെ ഹാസ്തിനപുരിയിൽ താമസിച്ചിട്ട്, എത്ര കാലം? കതിപയാൻ മാസാൻ നിരവധി മാസങ്ങൾ താമസിച്ചിട്ട്. ആമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട്, ആരോട്? സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വേണ്ടപ്പെട്ടവരോടും യാത്ര പറഞ്ഞിട്ട്. അഭ്യനുജ്ഞാത, അഭ്യനുജ്ഞാത എന്ന് വെച്ചാൽ അനുവാദം നേടിയവനായിട്ട്. പരിഷ്വജ്യ, പരിഷ്വജ്യ എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്തിട്ട്. കൈശ്ചിത് ചില ആളുകളാൽ എന്ത് ചെയ്തു? പരിഷ്വക്ത ആലിംഗനം ചെയ്യപ്പെട്ടിട്ട്. അതിൻ്റെ ആ സവിശേഷാർത്ഥം ഞാൻ പറയാം. അഭിവാദ്യ എന്ന് വെച്ചാൽ അഭിവാദനം ചെയ്തിട്ട്. കൈശ്ചിത് അഭിവാദിത ചില ആളുകളാൽ അഭിവാദനം ചെയ്യപ്പെട്ടിട്ട്. രഥം ആരുരോഹ രഥത്തിൽ കയറി, രഥത്തെ ആരോഹണം ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ഒരു മനോഹരമായ രീതിയിൽ പറഞ്ഞു. എന്താണ്? പരിഷ്വജ്യ കൈശ്ചിത് പരിഷ്വക്ത. ചില ആളുകളെ ഭഗവാൻ അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്തു. തനിക്ക് പ്രിയപ്പെട്ട ആളുകളെ ഭഗവാൻ ചെന്ന് ആലിംഗനം ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിച്ചു. ചില ആളുകൾ ഭഗവാനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ഇങ്ങോട്ട് വന്ന് ആലിംഗനം ചെയ്തു. അതാണ്, ചിലരെ ഭഗവാൻ അങ്ങോട്ട് ആലിംഗനം ചെയ്തു, ചിലരാൽ ഭഗവാൻ ആലിംഗനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ കുന്തി മുതലായിട്ടുള്ള പ്രായമുള്ള ആളുകൾ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഭഗവാനെ വന്ന് ആലിംഗനം ചെയ്ത, അതാണ് പരിഷ്വക്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രായമുള്ള മറ്റാളുകൾ, ഭഗവാന് പ്രിയപ്പെട്ടവനായ അർജുനൻ, അതുപോലെയുള്ള സുഹൃത്തുക്കൾ, അവരെയൊക്കെ തന്നെ ഭഗവാൻ അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്തു. കുഞ്ഞുങ്ങൾ, കുട്ടികൾ, ഇവരെയൊക്കെ. അഭിവാദ്യ തന്നെകൾ പ്രായം കൂടിയ ആളുകളെ ഭഗവാൻ ചെന്ന് അഭിവാദ്യം ചെയ്തു, അങ്ങോട്ട് നമസ്കരിച്ചു.
കൈശ്ചിത് അഭിവാദിത, തന്നെകൾ പ്രായം കുറഞ്ഞ ആളുകൾ, അതിൽ നകുല സഹദേവന്മാർ പെടും, അർജുനൻ പെടും, അതുപോലെ മറ്റ് ബാലന്മാർ, മറ്റ് സ്ത്രീകൾ, അവരൊക്കെ തന്നെ ഭഗവാനെ അഭിവാദ്യം ചെയ്തു. ഭഗവാൻ അവരാൽ അഭിവാദിതനായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സ്നേഹപ്രകടനം പല രീതിയിൽ ചെയ്തിട്ട് ഭഗവാൻ രഥത്തിൽ കയറി. നേരത്തെ രഥത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് കുന്തി മാതാവ് വന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് സ്തുതിക്കുകയും ഒക്കെ ചെയ്തത്. ഉത്തരാദേവിയുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായത്. അപ്പോൾ വീണ്ടും ഭഗവാൻ യാത്ര പറഞ്ഞ് രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോഴെന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നോക്കുക. 9-ാമത്തെ ശ്ലോകം നോക്കുക. സുഭദ്രാ 9ഉം 10ഉം ഒരുമിച്ച് ഞാൻ വായിച്ച് അവയുടെ ഒരുമിച്ച് അന്വയിക്കേണ്ടത് കൊണ്ട് ഒരുമിച്ച് വായിക്കുകയാണ്. സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച യുയുത്സുർഗൗതമോ യമൗ പ്രകോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയ ന സേഹിരേ വിമുഹ്യന്ത്യോ വിരഹം ശാർംഗധന്വന. സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച യുയുത്സുർഗൗതമോ യമൗ പ്രകോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയ ന സേഹിരേ വിമുഹ്യന്ത്യോ വിരഹം ശാർംഗധന്വന. സുഭദ്ര, ദ്രൗപദി, കുന്തി, വിരാടതനയ തഥാ ഗാന്ധാരി, ധൃതരാഷ്ട്രഃ ച യുയുത്സുഃ ഗൗതമഃ യമൗ പ്രകോദരഃ ച ധൗമ്യഃ ച സ്ത്രിയഃ മത്സ്യസുതാദയഃ ന സേഹിരേ വിമുഹ്യന്ത്യഃ വിരഹം ശാർംഗധന്വന. ഇവിടെ കുറേ ആളുകളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അന്വയം വളരെ എളുപ്പമാണ്. സുഭദ്ര, ഭഗവാന്റെ സഹോദരിയായ അർജുനപത്നിയായ സുഭദ്ര. ദ്രൗപദി, പാഞ്ചാലി, പാണ്ഡവ പത്നിയായ പാഞ്ചാലി, പാണ്ഡവന്മാരുടെ മാതാവായ കുന്തി. വിരാടതനയ, വിരാട രാജാവിൻ്റെ മകളായ ഉത്തര. ഗാന്ധാരി, ധൃതരാഷ്ട്രർ. ച യുയുത്സുഃ, യുയുത്സു എന്ന് വെച്ചാൽ ധൃതരാഷ്ട്രയുടെ മകനാണ്. ധൃതരാഷ്ട്രക്ക് 100 ആൺകുട്ടികൾ, അതിനുശേഷം ഒരു പെൺകുട്ടി ദുശ്ശള എന്ന മകളുണ്ടായി. ഈ 101 പേരെയും ഗാന്ധാരി പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും ശുശ്രൂഷിക്കാൻ വന്ന ഒരു വൈശ്യ സ്ത്രീയിൽ ധൃതരാഷ്ട്രക്ക് ഉണ്ടായ ഒരു മകനാണ് യുയുത്സു എന്ന് പറയുന്ന മകൻ. ആ യുയുത്സു വൈശ്യ സ്ത്രീയിൽ ജനിച്ചവനാണെങ്കിലും ക്ഷത്രിയന്മാരെ പോലെ യുദ്ധപരാക്രമിയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനപക്ഷമാണ് ആദ്യം നിന്നതെങ്കിൽ പോലും യുദ്ധം തുടങ്ങിയപ്പോൾ അദ്ദേഹം യുധിഷ്ഠിരൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് യുയുത്സു കാലുമാറി കൂറുമാറി പാണ്ഡവപക്ഷം ചേരുകയും അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ ബാക്കിയാവുകയും എല്ലാ ധൃതരാഷ്ട്രപുത്രന്മാരും കൊല്ലപ്പെട്ടപ്പോഴും ധൃതരാഷ്ട്രയുടെ ഒരു മകൻ അദ്ദേഹത്തിൻ്റെ ഉദകക്രിയ ചെയ്യാൻ വേണ്ടി ബാക്കിയായത് ഈ വൈശ്യപുത്രനായ യുയുത്സു ആയിരുന്നു. അദ്ദേഹമാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഗൗതമൻ എന്ന് വെച്ചാൽ കൃപാചാര്യർ. യമൗ, നകുലനും സഹദേവനും രണ്ടുപേരെയും ചേർന്നാണ് ഇരട്ട കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതാണ് അർത്ഥത്തിലാണ് യമൗ എന്ന് പറയുന്നത്. പ്രകോദരൻ, അതായത് ഭീമൻ. ധൗമ്യൻ, പാണ്ഡവന്മാരുടെ പുരോഹിതൻ. മറ്റ് സ്ത്രീകൾ, അവിടെയുള്ള മറ്റ് പുരുഷന്മാരുടെയൊക്കെ പത്നിമാരായിട്ട് സ്ത്രീകൾ. മത്സ്യസുതാദയ, മത്സ്യസുത എന്നുള്ളതിന് മത്സ്യസുത മുതലായിട്ടുള്ളവർ. അവിടെ നമുക്ക് മത്സ്യസുത എന്നുള്ളതിന് ദാശപുത്രിയായിട്ടുള്ള സത്യവതി എന്ന പേര് നമുക്ക് പല വ്യാഖ്യാനങ്ങളിലും കാണാം. മഹാഭാരതത്തോട് അത് ഇണങ്ങുന്നില്ല. കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വ്യാസന്റെ നിർദ്ദേശപ്രകാരം സത്യവതി ദേവി കാട്ടിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്ന് അവിടെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മത്സ്യസുതാദയ എന്നുള്ളതിന് വേണമെങ്കിൽ മത്സ്യരാജാവായ വിരാടൻ്റെ പുത്രന്മാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, സുത, അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ എന്നൊക്കെ അർത്ഥമെടുക്കാം. അവിടെ വിരാടതനയ എന്ന് പ്രത്യേകം പറഞ്ഞ ഉത്തരയെ കൂടാതെയുള്ള മറ്റു മക്കൾ ആണ് ഉദ്ദേശിച്ചത് എന്ന് കരുതിയാലും തെറ്റില്ല. അപ്പോൾ അതിന് മഹാഭാരതത്തോട് നമുക്ക് ഇടയ്ക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കും. ഇവരൊക്കെ എന്തു ചെയ്തു? അവർക്ക് വിമുഹ്യന്തഃ ശാർംഗധന്വനഃ വിരഹം ന സേഹിരേ. അവർ മോഹിച്ചവരായിട്ട് ഭഗവാൻ യാത്ര പറയുന്ന സമയത്ത്
ഭഗവാൻ പിരിഞ്ഞു പോകുന്നവരുടെ ദുഃഖം കൊണ്ട് അവർക്ക് മോഹമുണ്ടായി, അവർക്ക് പലതരത്തിലുള്ള മാനസിക പ്രയാസമുണ്ടായി എന്നർത്ഥം. ശാർഗധന്വനഃ, ശാർഗം ധനുസ്സായിട്ടുള്ളവൻ, ശാർഗം എന്ന വില്ല് ഉപയോഗിക്കുന്നവനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരഹം, വേർപാട് ന സേഹ്യരെ, അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം. 11ാമത്തെ ശ്ലോകം നോക്കാം. സത്സംഗാൻ മുക്തദുസ്സംഗോ ഹാതും നോത്സഹതേ ബുധ കീർത്യമാനം യശോ യസ്യ സകൃതാകർണ്യരോചനം. തത്സംഗാൻ മുക്തദുസ്സംഗോ ഹാതും നോത്സഹതേ ബുധ കീർത്യമാനം യശോ യസ്യ സകൃതാകർണ്യരോചനം. സത്സംഗാത് മുക്തദുസ്സംഗഃ ഹാതും ന ഉത്സഹതേ ബുധഃ കീർത്യമാനം യശഃ യസ്യ സകൃത് ആകർണ്യ രോചനം. സത്സംഗാൻ മുക്തദുസ്സംഗോ ഹാതും നോത്സഹതേ ബുധ കീർത്യമാനം യശോ യസ്യ സകൃതാകർണ്യരോചനം. അന്വയിക്കാം. സത്സംഗാത് മുക്തദുസ്സംഗഃ ബുധഃ യസ്യ കീർത്യമാനം രോചനം യശഃ സകൃത് ആകർണ്യ ഹാതും ന ഉത്സഹതേ. സത്സംഗം കൊണ്ട് മുക്തമായ ദുസ്സംഗത്തോട് കൂടിയവൻ എന്നർത്ഥം. ദുസ്സംഗം എന്ന് വെച്ചാൽ ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സംഘം, ചേർച്ച. ഈ ദുഷ്ടന്മാരുമായിട്ടുള്ള ദുസ്സംഗം എങ്ങനെയാണ് നമ്മളെ വിട്ടുപോവുക? അത് സത്സംഗം കൊണ്ടാണ് വിട്ടുപോവുക. എന്ന് വെച്ചാൽ സജ്ജന സംഘം കൊണ്ട് ദുർജന സംഘം വിട്ടുപോകും. സത്സംഗത്വാൽ നിസ്സംഗത്വം എന്നൊക്കെ നമ്മൾ ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ദുസ്സംഗം വിട്ട് സത്സംഗം കൊണ്ട് നമുക്ക് നിസ്സംഗഭാവം അല്ലെങ്കിൽ ഈശ്വര സംഘം, ഭഗവാനുമായിട്ട് ചേർച്ച വന്നു ചേരും. അങ്ങനെ സത്സംഗത്തിൻ്റെ മഹിമ കൊണ്ട്, മഹാത്മ്യം കൊണ്ട് ദുസ്സംഗം വിട്ടുപോയ ബുധഃ, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ, യസ്യ കീർത്യമാനം രോചനം യശഃ സകൃത് ആകർണ്യ, യാതൊരാളുടെ കീർത്യമാനം, കീർത്തിക്കപ്പെടുന്നവനായ യാതൊരു ഭഗവാന്റെ മധുരങ്ങളായിട്ടുള്ള ആസ്വാദ്യമായ, രോചനം ആയിട്ടുള്ള ആസ്വാദ്യമായിട്ടുള്ള യശസ്സിനെ, കീർത്തിയെ സകൃത് ആകർണ്യ, ഒരു തവണ കേട്ടിട്ട് ഹാതും ന ഉത്സഹതെ, വിട്ടുപോകാൻ, വിട്ടുകളയാൻ ഉത്സാഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സത്സംഗം കൊണ്ട് നമുക്കെന്തുണ്ടാകുന്നു? ദുസ്സംഗം നഷ്ടപ്പെടുന്നു, ദുർജനങ്ങളുമായുള്ള ബന്ധം വിട്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്ത നിറയുന്നു, ഈശ്വരനോട് നമുക്ക് ശ്രദ്ധയുണ്ടാകുന്നു, ഈശ്വര കഥകൾ കേൾക്കാനും ഈശ്വരനെ, ഭഗവാനെ കീർത്തിക്കാനുമുള്ള സൽബുദ്ധി നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലെങ്കിലും കേട്ട ഭഗവാന്റെ മധുരങ്ങളായ, രോചനങ്ങളായ, ആസ്വാദ്യങ്ങളായ കീർത്തി, ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ അതിനെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ വിട്ടുപോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വലിയ വിരഹ ദുഃഖമുണ്ടായി. ഇനി ഭഗവാന്റെ ഈ ദിവ്യമായ ഈ സ്വരൂപം കാണാൻ സാധിക്കില്ലല്ലോ, ഭഗവാനുമായി സംഭാഷണം ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഭഗവാന്റെ ആ പുഞ്ചിരി കാണാൻ സാധിക്കില്ലല്ലോ, ഭഗവാന്റെ സംഭാഷണങ്ങൾ, നർമ്മങ്ങൾ ഒന്നും കേൾക്കാൻ സാധിക്കില്ലല്ലോ, ഭഗവാന്റെ കൂടെ ഇരിക്കാനും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കാനും സാധിക്കില്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ടായി. ഇനി ഭഗവാനെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടി വരുമല്ലോ. എന്ന് മാത്രമല്ല, ഭഗവാൻ ഇനി ദ്വാരകയിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ വല്ലപ്പോഴുമാണ് ഹസ്തനാപുരിയിലേക്ക് വീണ്ടും തിരിച്ചു വരിക. 36 സംവത്സരങ്ങൾക്ക് ശേഷം ഭഗവാൻ സുധാമഗമനവും ചെയ്തു. സ്വാഭാവികമായും ആ ഹാസ്തനപുരിയിലുള്ള ആളുകൾക്ക്, ആ ഹാസ്തനപുരിയിൽ ദുഷ്ടന്മാരായ കൗരവന്മാരുടെ ഭരണം അവസാനിപ്പിച്ച് ധർമ്മിഷ്ഠന്മാരായ പാണ്ഡവന്മാർക്ക് രാജ്യം നൽകി അവിടെ സ്വരാജ്യം സ്ഥാപിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്ത ഭഗവാനോട് ആ ഹാസ്തനപുരിയിലെ സാധാരണ പ്രജകൾക്കും അതുപോലെ കൗരവന്മാരായിട്ടുള്ള മറ്റ് മഹാത്മാക്കൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ തന്നെ ഭഗവാനോട് അങ്ങേയറ്റത്തെ ഒരു പ്രേമവായ്പ് ഉണ്ടായത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പോകുമ്പോൾ അവർക്ക് വലിയ വേദനയുണ്ടായത് എന്ന് കാണാൻ സാധിക്കും. ഇനി 12ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിന്യസ്തധിയ പാർത്ഥഃ സഹേരൻ വിരഹം കഥം ദർശനസ്പർശസല്ലാപശയനാസനഭോജനൈഃ. തസ്മിന്യസ്തധിയ പാർത്ഥഃ സഹേരൻ വിരഹം കഥം
ദർശനസ്പർശസല്ലാപശയനാസനഭോജനൈः തസ്മിൻ ന്യസ്തധിയഃ പാർത്ഥഃ സഹേരൻ വിരഹം കഥം. ദർശനസ്പർശസല്ലാപശയനാസനഭോജനൈः എല്ലാം ചേർത്ത് ഒറ്റ വലിയ പദമാണ്. രണ്ട് പാദങ്ങൾ, ആ ശ്ലോകപാദങ്ങൾ രണ്ടും ചേർന്നാണ് ഒറ്റ പദമായിട്ട് നമ്മൾ വായിക്കേണ്ടത്. ഇനി അന്വയം ചെയ്യാം. തസ്മിൻ ന്യസ്തധിയഃ പാർത്ഥാഃ തസ്മിൻ ന്യസ്തധിയഃ പാർത്ഥാഃ എന്നാണ്. ഞാൻ നേരത്തെ വായിക്കുമ്പോൾ പാർത്ഥഃ എന്ന് ഉച്ചരിച്ചു പോയി. പാർത്ഥാഃ എന്നാണ്, ബഹുവചനമാണ്. തസ്മിൻ ന്യസ്തധിയഃ പാർത്ഥാഃ ദർശനസ്പർശസല്ലാപശയനാസനഭോജനൈः വിരഹം കഥം സഹേരൻ. തസ്മിൻ ന്യസ്തധിയഃ അദ്ദേഹത്തിൽ, അവനിൽ, അതായത് ശ്രീകൃഷ്ണനിൽ, ന്യസ്തമായ ബുദ്ധിയോട് കൂടിയവർ. ന്യസ്തം എന്ന് വെച്ചാൽ വച്ചിരിക്കുന്ന, താഴെ വച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എന്നാണ് അർത്ഥം. അവരുടെ ബുദ്ധി, അവരുടെ മനസ്സ്, അവരുടെ ധീ ഭഗവാനിൽ വച്ചിരിക്കുന്നു. ഭഗവാനിലാണ് അവർ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള പാർത്ഥാഹ, പാർത്ഥന്മാർ, പാണ്ഡവന്മാർ. ദർശന സ്പർശ സല്ലാപ ശയനാസന ഭോജനൈഹി വിരഹം. ഭഗവാനുമായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് അവർക്ക് വിരഹം, വിയോഗം ഉണ്ടായത്, വേർപാടുണ്ടായത്? ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സ്പർശനം, അടുത്തിരിക്കുക, കൈപിടിക്കുക, തോളത്ത് കൈവെക്കുക, അങ്ങനെയൊക്കെയുള്ള ഭഗവാനുമായിട്ട് സ്പർശന സുഖം. സല്ലാപം, ഭഗവാനുമായിട്ട് സമ്യക്കായിട്ടുള്ള സംഭാഷണങ്ങൾ ചെയ്യുക, നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ ചെയ്യുക. ശയനം, ഒരുമിച്ച് കിടക്കുക. ആസനം, ഭഗവാന്റെ കൂടെ ഇരിക്കുക. ഭോജനം, ഭഗവാന്റെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത്തരം ഒരു മഹാത്മാവിനെ, അവതാര പുരുഷനായിട്ടുള്ള, സർവേശ്വരനായിട്ടുള്ള, യോഗേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ കൂടെ ഇരിക്കുക, നടക്കുക, ഉണ്ണുക, ഒരുമിച്ച് ഭഗവാനെ കാണുക, സ്പർശിക്കുക, ഇതൊക്കെ തന്നെ അവർക്ക് അങ്ങേയറ്റത്തെ ആനന്ദദായകങ്ങളായിരുന്നു. ആ സൗഭാഗ്യമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നോർത്തിട്ട് അവർ എന്ത് ചെയ്തു? വിരഹം കഥം സഹേരൻ. ആ വിരഹത്തെ അവർ എങ്ങനെ സഹിക്കും എന്നാണ് ഇവിടെ വ്യാസൻ ചോദിക്കുന്നത്. തസ്മിന്യസ്തധിയ പാർത്ഥാ സഹേരൻ വിരഹം കഥം ദർശനസ്പർശസല്ലാപശയനാസന ഭോജനൈഹി. ഇതാണ് 12ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. 13ാമത്തെ ശ്ലോകം നോക്കാം. സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹസംബദ്ധാ വിചേലുസ്തത്ര തത്രഃ. സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹസംബദ്ധാ വിചേലുസ്തത്ര തത്രഃ. പദച്ഛേദം ചെയ്യാം. സർവേ തേ അനിമിഷൈഃ അക്ഷൈഃ തം അനുദ്രുതചേതസഃ വീക്ഷന്തഃ സ്നേഹസംബദ്ധാഃ വിചേലുഃ തത്ര തത്രഃ. അന്വയിക്കാം. തേ സർവേ അനിമിഷൈഃ അക്ഷൈഃ തം വീക്ഷന്തഃ സ്നേഹസംബദ്ധാഃ അനുദ്രുതചേതസഃ തത്ര തത്ര വിചേലുഃ. സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹസംബദ്ധാ വിചേലുസ്തത്ര തത്രഃ. അർത്ഥം പറയാം. തേ സർവേ അവരെല്ലാവരും അനിമിഷൈഃ അക്ഷൈഃ തം വീക്ഷന്ത. അനിമിഷൈഃ അക്ഷൈഃ എന്ന് വെച്ചാൽ ഇമവെട്ടാത്ത കണ്ണുകളെ കൊണ്ട് എന്ന്. അനിമിഷം, നിമിഷം എന്ന് വെച്ചാൽ കണ്ണ് ഇമവെട്ടുക. ഇടക്കിടക്ക് നമ്മുടെ കൺപോളകൾ അറിയാതെ അടഞ്ഞു പോകുന്നതിനാണ് ഇമ എന്ന് പറയുക. പക്ഷെ ഭഗവാനെ നോക്കുമ്പോൾ ആ പാർത്ഥന്മാർ, പാണ്ഡവന്മാരും മറ്റ് ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങളൊക്കെ തന്നെ ഭഗവാനെ കാണാൻ വേണ്ടി ഇടവിടാതെ, അതായത് ഇമവെട്ടാത്ത കണ്ണുകളെ കൊണ്ട്, ഇമ വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അരനിമിഷം, ഒരു അരക്ഷണം ഭഗവാനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള വ്യാകുലത കൊണ്ട് കണ്ണ് അരനിമിഷം പോലും, അരക്ഷണം പോലും ഇമവെട്ടാത്ത രീതിയിൽ ഭഗവാനെ തന്നെ തം വീക്ഷന്തഃ അദ്ദേഹത്തെ വീക്ഷിക്കുന്നവരായിട്ട്, നോക്കുന്നവരായിട്ട്, സ്നേഹസംബദ്ധാഃ സ്നേഹം കൊണ്ട് ഭഗവാനുമായി ബന്ധിക്കപ്പെട്ടവരായിട്ട്, അനുദ്രുതചേതസഃ ഭഗവാനെ പിന്തുടരുന്ന മനസ്സോടുകൂടിയവരായിട്ട്, ഭഗവാൻ തേരിൽ കയറി പോകുമ്പോൾ ഭഗവാന്റെ കൂടെ തന്നെ അവരുടെ മനസ്സ് ഭഗവാനെ പിന്തുടർന്ന് പോകുന്നതായിട്ട് അവർക്ക് തോന്നി. അങ്ങനെയുള്ളവരായിട്ട്
തത്ര തത്ര വിചേലഹു, അവർ അവിടെ അവിടെയായിട്ട് ചലിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടന്നു. ഭഗവാന്റെ തേരിന്റെ ഏതെങ്കിലും ഭാഗം കാണാൻ സാധിക്കുമോ? തേരിന്റെ കൊടി കാണാൻ സാധിക്കുമോ? ആ രസത്തിന്റെ ആ രസം പോകുമ്പോഴുള്ള പുകച്ചുരുളുകൾ, അതിന്റെ പൊടിപടലങ്ങൾ, ഉയർന്ന പൊടിപടലങ്ങൾ കാണാൻ സാധിക്കുമോ? ഭഗവാന്റെ ശരീരത്തിന്റെ പുറം വടിവ് കാണാൻ സാധിക്കുമോ? ഭഗവാന്റെ ഉത്തരീയം കാറ്റിൽ ഇളകുന്നത് കാണാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു വ്യാകുലതയോടുകൂടി ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയും പോയി നിന്ന് ഭഗവാനെ നോക്കുകയും യമവിട്ടാതെ നോക്കുകയും മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുകയും ചെയ്തുകൊണ്ട് വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് അവർ അവിടെ എവിടെയായിട്ട് നിലകൊണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളിലും ഈ ഹസ്തിനപുരി നിവാസികളുടെ ശ്രീകൃഷ്ണ പ്രേമത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അതിനുശേഷം കൗരവപുരിയിലുള്ള സ്ത്രീകൾ ഭഗവാനെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളും നമുക്ക് തുടർന്ന് പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.